കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയിൽ റോഡ് മാർക്കിങ്ങുകളും സീബ്ര ലൈനുകളും മാഞ്ഞുപോയി. ഇതോടെ യാത്രക്കാർ പ്രയാസത്തിലായി. അറ്റകുറ്റപ്പണി നടത്തിയ സ്ഥലങ്ങളിൽ റിമ്പിൾ സ്ട്രിപ്പുകൾ പുനഃസ്ഥാപിക്കാത്തതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. കിലോമീറ്ററിന് 4 കോടിയിലധികം രൂപ മുടക്കി നവീകരണം പൂർത്തിയാക്കിയ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലാണ് റോഡ് മാർക്കിങ്ങുകളും സീബ്ര ലൈനുകളും മിക്ക സ്ഥലങ്ങളിലും മായ്ഞ്ഞുപോയത്. മുക്കം ടൗൺ, നോർത്ത് കാരശ്ശേരി ഉൾപ്പെടെയുള്ള വലിയ തിരക്കുള്ള അങ്ങാടികളിൽ പോലും സീബ്ര ലൈനും റോഡിന് സൈഡിലെ വരകളും പൂർണ്ണമായും മായ്ഞ്ഞ അവസ്ഥയിലാണ്. ഇതോടെ വിദ്യാർത്ഥികൾ, പ്രായം ചെന്നവർ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. റോഡിന് മധ്യഭാഗത്ത് സ്ഥാപിച്ച റിഫ്ലക്ടറുകളും പല സ്ഥലങ്ങളിലും ഇല്ലാത്ത അവസ്ഥയാണ്. ശക്തമായ മഴ പെയ്യുന്ന ദിവസങ്ങളിൽ രാത്രി വാഹനം ഓടിക്കുന്നവർക്ക് വലിയ ദുരിതമാണ് ഇത് സമ്മാനിക്കുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണം മൂലം റോഡ് താഴ്ന്ന സ്ഥലങ്ങളിൽ CK കാസിം MLA ഇടപെടലിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഇവിടങ്ങളിലുണ്ടായിരുന്ന റിമ്പിൾ സ്ട്രിപ്പുകൾ ഇനിയും സ്ഥാപിച്ചിട്ടില്ല. ഓടത്തെരുവ് പോലുള്ള സ്ഥിരം അപകട മേഖലകളിൽ റിമ്പിൾ സ്ട്രിപ്പുകൾ ഇല്ലാത്തത് വലിയ അപകട സാധ്യത ഉയർത്തുന്നുണ്ട്. റോഡ് നിർമ്മാണം തുടങ്ങിയ അന്നു മുതൽ തന്നെ കരാർ കമ്പനിക്കെതിരെ നിരവധി പരാതികൾ ഉയരുന്നുണ്ട്. അതൊന്നും പൂർണ്ണമായി പരിഹരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് പുതിയ സംഭവവികാസങ്ങളും സൂചിപ്പിക്കുന്നത്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.